ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ സീരിയലുകൾക്കെതിരായ പരാമർശത്തെ വിമർശിച്ച് നടൻ ധർമ്മജൻ ബോൾഗാട്ടി. മലയാളം സീരിയലുകൾ പലതും എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണ് എന്ന പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് ധർമ്മജൻ രംഗത്തെത്തിയത്. ധർമ്മജന്റെ വിമർശനം പ്രേംകുമാർ തള്ളി. പല മലയാളം സീരിയലുകളും എല്ലാത്തിനെ കുറിച്ചുമല്ല, പലതും എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വയം അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം. കല കൈകാര്യം ചെയ്യുമ്പോൾ പാളിപ്പോയാൽ അത് ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്നും ഇത് എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും പ്രേംകുമാർ ആരോപിച്ചു. ഇതാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെ പ്രകോപിപ്പിച്ചത്. ഒരു സ്ഥാനം കിട്ടിയതുകൊണ്ട് പ്രേംകുമാറിന്റെ തലയിൽ കൊമ്പില്ലല്ലോ എന്ന് ധർമ്മജൻ ബോൾഗാട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രേംകുമാർ സീരിയലിലൂടെ വന്നയാളാണ്, പാവപ്പെട്ടവർ ജീവിച്ചു പോയിക്കോട്ടെ എന്നും ധർമ്മജൻ പറഞ്ഞു. പിന്നാലെ ധർമ്മജൻ മറുപടിയുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ വീണ്ടും എത്തി. സീരിയലുകളെ കുറിച്ച് പറഞ്ഞതിൽ മാറ്റമില്ലെന്നും സതുദ്ദേശപരമായ പരാമർശത്തിന് എതിർപ്പുകളേക്കാൾ സ്വീകാര്യതയാണെന്നും പ്രേംകുമാർ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ളതുപോലെ ആർക്കും അവരുടെ അഭിപ്രായം, അവരുടെ നിലപാടുകൾ, അവരുടെ ചിന്തകളൊക്കെ പറയാം. നേരത്തെ വനിതാ കമ്മീഷനും സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. മെഗാ സീരിയലുകൾക്ക് പകരം 20-30 എപ്പിസോഡുകളുള്ള സീരിയലുകൾ മതിയെന്നും ഒരു ചാനലിൽ ഒരു ദിവസം 2 സീരിയലുകളെ അനുവദിക്കാവൂ എന്നുമായിരുന്നു കമ്മീഷൻ നിലപാട്. മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ സീരിയലുകൾ വീട്ടിലിരിക്കുന്ന കുടുംബ പ്രേക്ഷകർ, അതായത് നമ്മുടെ അമ്മ, പെങ്ങന്മാർ, അമ്മായിമ്മ പോരിന് അല്ലെ അമ്മ മകൾ പോരിനുള്ള വലിയൊരു ഘടകം സീരിയൽ വഹിക്കുന്നുണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ കാണിക്കുന്ന കഥാപാത്രങ്ങൾ അപ്പാടെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ഈ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അല്ല പറയുന്ന ഒരു വിഭാഗം ജനതയിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട്. 10 പേരെടുത്താൽ അതിന് ചിലപ്പം 2 പേരെ ആയിരിക്കും സ്വാധീനിക്കുന്നത്, ബാക്കി 8 പേരെയും സ്വാധീനിക്കുന്നില്ലായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് പ്രേംകുമാർ അങ്ങനെ പറഞ്ഞത്. ധർമ്മജൻ പുള്ളി സീരിയൽ വഴി വന്നതല്ലേ. പ്രേംകുമാറിന്റെ അഭിപ്രായം പറഞ്ഞു, ധർമ്മജന്റെ അഭിപ്രായം. പ്രേംകുമാറിന്റെ അഭിപ്രായത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. ഇപ്പം വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. മുമ്പോട്ട് ഈ പറഞ്ഞ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സീരിയലിന് വരാൻ സാധ്യത, ഇത്ര എപ്പിസോഡിൽ അത് തീർക്കണം പറഞ്ഞില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. സീരിയലുകൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇഷ്ടം പോലെ ചാനലുണ്ട്. ആ ചാനലിലെല്ലാം നിറച്ച് സീരിയലുകൾ അടിച്ചു കയറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മതിയല്ലേ. കാരണം കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾ, കുടുംബ പ്രേക്ഷകരായ സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇത് വരുന്നത്. ചില പുരുഷന്മാരും കാണുന്നുണ്ടല്ലോ, നീ പറഞ്ഞില്ല. സ്ത്രീകൾ, പെൺകുട്ടികൾ, അമ്മമാര്, കാരണം അവർക്ക് ഫ്രീ ടൈമുകളിൽ ഒരു സമയം പോക്കുക ഡെയിലി ഇത് വരുമ്പം ഈ സീരിയൽ ഇങ്ങനെ പിടിച്ച് നിർത്താവുന്ന രീതിയിലല്ലേ, എന്നിട്ട് അതിന്റെ ബാക്കി നാളെ കണക്ട് ചെയ്യാവുന്ന രീതിയിലല്ലേ. അല്ല ഒരാഴ്ച എൻഡിങ് വരുമ്പോൾ അടുത്ത ആഴ്ചത്തിനുള്ള ഒരു കണക്റ്റിങ് കൊടുത്തിട്ടെ. പണ്ട് പോലെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, സീരിയലിനെ ഒന്ന് കടിഞ്ഞാടേണ്ട സമയം കഴിഞ്ഞു. പല ഡിവോഴ്സുകൾക്കും സീരിയൽ ഒരു ഘടകമാവുന്നെന്ന് പല അഭിഭാഷകരും ഇത് പറയുന്നു. അവർക്കിടയിൽ സംസാരം വന്നിട്ടുണ്ട്. കൗൺസിലിങ്ങിന്റെ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒരു കടിഞ്ഞാൻ ആവശ്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സീരിയൽ എടുത്തു മാറ്റണം എന്നല്ല പറയുന്നുണ്ട്, എന്നേക്ക് സീരിയൽ ഇല്ലാതാക്കണം എന്നല്ല. ഈ സീരിയലിന്റെ എപ്പിസോഡ് 100-200 ഇങ്ങനെ പോവാതെ ആ ഒരു കഥ ഒരു 10-20 എപ്പിസോഡിൽ തീരുന്ന നല്ലത്. വലിച്ചഴയ്ക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പൊ സീരിയലിൻ്റെ അകത്തൊക്കെ പഴയതിനേക്കാളും കൂടുതലായിട്ട് എന്താ പറയുന്ന റൊമാൻസ് രംഗങ്ങളൊക്കെ കൂടുന്നുണ്ട്. ബെഡ്റൂം സീൻസ് ഒക്കെ. അതെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അത് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം. തെറ്റായ സന്ദേശം. റൊമാൻസ് വേണം, അത് ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലേ. പക്ഷെ അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന ആശയം തെറ്റായ രീതിയിലാവുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. കാരണം ഇത് കുടുംബ പ്രേക്ഷകരെയാണ് കൂടുതലും, അതും പ്രത്യേകിച്ച് സ്ത്രീകളാണ് പ്രധാനമായിട്ടും സീരിയൽ കാണുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കഥയും കഥാപശ്ചാത്തലവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.